ഹലോ നമസ്കാരം. നമ്മൾ കർണാടകയിലുള്ള നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. കർണാടകത്തിലൊക്കെ വ്യാപകമായിട്ട് മലവേപ്പിൻ്റെ മരങ്ങൾക്ക്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇഞ്ചി കൃഷി, തേയില കൃഷി, കാപ്പി കൃഷിക്കൊക്കെ വ്യാപകമായിട്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്ന നമ്മളൊരു സുഹൃത്താണ്. പുള്ളി കേരളക്കാരൻ തന്നെയാണ്. രാജശേഖർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇവിടെയൊക്കെ നമ്മളെ മലവേപ്പിന്, അതായത് കർണാടകത്തിൽ ഹെബ്ബേവ് എന്നാണ് മലവേപ്പ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടി നമ്മളെ കർഷകർക്കും കൂടി അത് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് നമ്മളെ മലവേപ്പിന്റെ മരത്തിന് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞാൽ പിന്നെ വളങ്ങളെ കുറിച്ചൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞാല് നമ്മളെ കർഷകർക്ക് കൂടിയിട്ട് ഉപകാരപ്പെടുമല്ലോ. ആയിക്കോട്ടെ. ഇതാണ് ഈ വേപ്പിന്റെ നമ്മളെ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന്. മരുന്ന് വെച്ചാൽ ഇതിന് പറയുന്ന പ്രത്യേകം സംഭവം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ് ഇതിന് പറയുക. അത് നമ്മളൊരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന പോലെ ഈ ചെടികൾക്ക് പ്രോട്ടീൻ്റെ ഐറ്റംസ് വളരെ വേണ്ട ഒരു സംഭവമാണ്. ഈ പ്രോട്ടീൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വണ്ണം വെപ്പിക്കുക, മരത്തിന് വണ്ണം വെപ്പിക്കുക. ആ വണ്ണം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ വണ്ണമല്ല വയ്ക്കുക, ഉള്ളിന്റെ തോലും ഉള്ളിലുള്ള ഞരമ്പ് സിസ്റ്റം ക്ലിയർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഇത് എടുക്കണമെങ്കിൽ ഇതിന്റെ കൂട്ടുകളുണ്ട്, ഇത് മാത്രമായിട്ട് എടുക്കാൻ പറ്റൂല. അതിന്റെ ഒരു ഐറ്റംസ് കൂടിയാണ് ഈ PH എന്ന് പറയുന്ന സാധനം, പെർഫെക്റ്റ് PH. ഈ PH എന്ന് പറയുന്ന സംഭവം എന്താണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നിനെ ചെടിന്റെ വേരിലേക്ക് വലിപ്പിച്ച് അറ്റം വരെ, ഇലയുടെ അറ്റം വരെ എത്തിക്കാന്നുള്ള പർപ്പസ് ഇതിനുണ്ട്. പിന്നെ നമ്മുടെ കർഷകർ ഒട്ടും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, ഏത് മണ്ണിലും എന്ത് നട്ടാലും വരും എന്നുള്ള ഒരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ കൺസെപ്റ്റ് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ മണ്ണിനും ഓരോ വിഷപ്പാരിക ഉണ്ടാവുക. ആ വിഷപ്പിനെയാണ് PH എന്ന് പറയുക. അപ്പൊ ആ PH-നെ നമ്മൾ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ PH ന്യൂട്രൽ ആക്കുക എന്നുള്ളതാണ് മെയിൻ. PH ന്യൂട്രൽ അല്ല, PH-നെ വേരിയേഷൻ കൊണ്ടുവരിക. ഇപ്പൊ 4 PH-നെയും എല്ലാം കൊണ്ട് ഒരു ചെടിക്ക് വേണ്ട PH-നെ കൊണ്ടുവരിക. അപ്പം ചില മരുന്നുകൾ എന്ത് വെച്ചാൽ PH-നെ കൂട്ടും, ചില മരുന്നുകൾ PH-നെ കുറയ്ക്കും. അതുപോലെ നമ്മുടെ ചുണ്ണാമ്പ് ആയിക്കോട്ടെ, മറ്റുള്ള സാധനങ്ങൾ PH-നെ കൺട്രോളിംഗ് എന്നാ പറയാ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന് ആ ചെടിക്ക് വേണ്ട PH-നെ ഇത് സപ്ലൈ ഉണ്ടാക്കും, ഭൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി അതിനെ എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ PH എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു വേപ്പിൻ മരത്തിനാണ്, അതായത് ഈ കാടുവേപ്പിനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബാരലിലേക്ക് ഇത് 1 കിലോ ഇത് 3 കിലോയുടെ പാക്കറ്റാണ്. 1 കിലോ ഈ സാധനം, ഈ ഗ്രാനുവൽസും 1/2 ലിറ്റർ PH-ഉം ഒരു 3 മുതൽ 4 കിലോ ചാണകം, പച്ചച്ചാണകം. അതിന്റെ കൂടെ ഒരു 2 കിലോ DAP, സാധാരണ വളം DAP. ഇത്രയും മിക്സ് ചെയ്തിട്ട് അരിവേപ്പിന്റെ 2 ഭാഗത്താക്കി ഓരോ തൂമ്പങ്ങ് കിളക്കുക. ഇത് നമ്മൾ എത്ര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത്? 200 ലിറ്റർ വെള്ളത്തിൽ. 200 ലിറ്ററിന്റെ ഒരു ബാരലിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ, ഇതിപ്പോ 1 കിലോ ഇത് 1/2 ലിറ്റർ PH, ഒരു 4 കിലോ പച്ചച്ചാണകം, 1/2 കിലോ DAP, 2 കിലോ DAP, ഇത്രയും സാധനങ്ങൾ നമ്മൾ 200 ലിറ്ററിന്റെ ഒരു ബാരലിൽ മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്തിട്ട് വലിയ മരത്തിനനുസരിച്ച് ഏകദേശം ഒരു 20-25 ഇഞ്ച് വണ്ണമുള്ള ഒരു മരത്തിന് ഒരു 2 ലിറ്റർ 2 സൈഡിലായിട്ട് ഓരോ തുമ്പ മണ്ണെടുക്കണം. മണ്ണെടുക്കുന്നത് മാത്രമല്ല 2 വേര് വെച്ച് കട്ട് ചെയ്യണം. വേര് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് 1 ലിറ്റർ ഒഴിക്കുക. ഒന്ന് കിഴക്ക് ഒരു കുഴിയാണ്, പടിഞ്ഞാറ് ഒരു കുഴി, 2 മാറ്റി ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഓരോന്നിലും 1 ലിറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വർഷത്തിൽ 2 വട്ടം ഒഴിക്കുക. വർഷത്തിൽ 2 പ്രാവശ്യം ഒഴിക്കുകയാണെങ്കിൽ മഴ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പും മഴ അവസാനത്തിന് സമയത്തും. നടുക്ക് ഒരു ജൂൺ ജൂലൈയിൽ ഒരു ഏകദേശം ഒരു 8 മുതൽ 10 കിലോ കോഴിവളം ചാണകം കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അന്നേരം ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആ മരത്തിന്റെ വേര് ചെയ്യലുണ്ടാവില്ല, മരം ഉണങ്ങുന്ന പരിപാടി ഉണ്ടാവില്ല. മരം മേലേക്ക് ഗ്രോത്ത് ആയിട്ട് നന്നായിട്ട് ഒറ്റ സ്റ്റഡി ആയിട്ട് വന്നോണ്ടിരിക്കും. ശിഖരങ്ങൾ വരാതെ ഉള്ള തടി നന്നായിട്ട് വണ്ണം പോകും. നല്ല രീതിയിൽ ഇത് നിങ്ങൾ ഇവിടെ കർണാടകത്തിലൊക്കെ കൊടുത്തിട്ട്? കർണാടകയിൽ HD കോട്ട കൊടുക്കുന്നുണ്ട്, NR-പുരം സൈഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ റബ്ബറിനും ഇതേ മെത്തേഡ് കൊടുക്കുന്നുണ്ട്. തെങ്ങ് ആയിക്കോട്ടെ, അടിക്ക ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇല കരിയുന്ന രോഗങ്ങളിൽ മെയിനായിട്ട് ഈ അരിവേപ്പും ജാസ്തി കൃഷി കാണുന്നത് HD കോട്ട, സർഗൂർ മേഖലകളാണ്. അത് നമ്മുടെ മലയാളികൾ തന്നെ വന്നിട്ട് ലീസിന് സ്ഥലം എടുത്തിട്ട് 20 ഏക്കറും 30 ഏക്കറും വെച്ച് പിടിപ്പിക്കുകയാണ്. വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ അവർ വാഴക്കൃഷിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഴക്കൃഷിക്ക് എല്ലാത്തിനും കൂടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇതാണ് അഡ്വൈസ് ചെയ്യുന്നത്. റബ്ബർ മുതൽ എല്ലാ മരങ്ങൾക്കും അത്യാവശ്യം മരങ്ങളുടെ വളർച്ചയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളമാണ് ഇത് നിങ്ങൾ പറയുന്നത്. എന്തായാലും ഞാനിത് നമ്മുടെ കർഷകർക്ക് കൂടി ഷെയർ ചെയ്യാം. അപ്പൊ അവർക്ക് ഇതിന്റെ എന്തായാലും ഞാനിത് ഒന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമാണ്, നമുക്ക് ഒരുപാടായിട്ട് നിങ്ങൾ ഇപ്പൊ കർണാടകത്തിലേക്ക് എവിടെയൊക്കെയാണ് ഷോപ്പുകളുള്ളത്? നമുക്ക് കർണാടകയിൽ ആസലുണ്ട്, ഷിമോഗ ഡിസ്ട്രിക്റ്റിലുണ്ട്, മൈസൂറുണ്ട്. ഇപ്പൊ അഥവാ നമ്മുടെ കർഷകർക്ക് ആർക്കെങ്കിലും ഈ മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ അവര് പിന്നെ കൊറിയർ ചെയ്യാൻ പറ്റൂലേ? കൊറിയർ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ 1 ഏക്കറിനുള്ള സാധനമെങ്കിലും 1 ഏക്കറിനെ ഇതിപ്പോ നമുക്കിപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു ബാരൽ 200 ലിറ്റർ ബാരൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 200 മരത്തിനോളം ഒരു 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 ഏക്കർ കവറാവും. 2 ബാച്ച് ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. ഞാൻ നമ്മളെ കർഷകർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.